പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമസ്കാരം. ഇന്ന് നാം വിശദമായി സംസാരിക്കാൻ പോകുന്നത് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2026 സമ്പൂർണ്ണ വാർഷിക ഫലത്തെക്കുറിച്ചാണ്. ജീവിതത്തിൽ ഉത്തരവാദിത്വവും ശാന്ത സ്വഭാവവും മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാനുള്ള മനസ്സും ദൈവാനുഗ്രഹമായി ലഭിച്ചവരാണ് പൂയം നക്ഷത്രക്കാർ. 2026 എന്ന വർഷം പൂയം നക്ഷത്രക്കാർക്ക് പരീക്ഷണങ്ങളും പാഠങ്ങളും അനുഭവങ്ങളും നൽകിക്കൊണ്ട് ജീവിതത്തെ ഒരു ഉയർന്ന തലത്തിലേക്ക് നയിക്കുന്ന വർഷമായിരിക്കും. 2026 വർഷത്തിന്റെ സമഗ്ര അവലോകനം. പൂയം നക്ഷത്രക്കാർക്ക് സ്വയം തിരിച്ചറിയലിന്റെയും ആത്മപരിശോധനയുടെയും വർഷമാണിത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ, മനസ്സിൽ ഒതുക്കിവെച്ച വേദനകൾ, താങ്ങിക്കൊണ്ട് നടന്ന ബുദ്ധിമുട്ടുകൾ, ഇവയ്ക്കൊക്കെ 2026 ഒരു പരിഹാരപാത തുറക്കുന്നു. വർഷത്തിന്റെ ആദ്യ പകുതി കുറച്ച് മാനസിക ഭാരമുള്ളതായിരിക്കും. എന്നാൽ രണ്ടാം പകുതി വിജയത്തിന്റെയും ആശ്വാസത്തിന്റെയും കാലമായി മാറും. തൊഴിൽ ആൻഡ് കരിയർ ഫലം. പൂയം നക്ഷത്രക്കാർ തൊഴിലിൽ കഠിനാധ്വാനികളാണ്. 2026 ഈ സ്വഭാവത്തെ പൂർണ്ണമായി പരീക്ഷിക്കുന്നൊരു വർഷമാണ്. ജോലി ചെയ്യുന്നവർക്ക് ജോലിഭാരം വർദ്ധിക്കും. മേലധികാരികളുടെ നിരീക്ഷണവും വിലയിരുത്തലും കൂടുതലാകും. ആദ്യം അംഗീകാരം വൈകിയാലും വർഷത്തിന്റെ അവസാനം പ്രമോഷനോ അല്ലെങ്കിൽ സ്ഥാനവർദ്ധനവിനോ സാധ്യതയുണ്ട്. ഇനി സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലിസ്ഥലം മാറ്റം ഉണ്ടാകും. കമ്പനിയിൽ മാറ്റമുണ്ടാകും. പുതിയ ചുമതലകൾ എല്ലാം നിങ്ങളുടെ മേൽ ചുമത്തപ്പെടാൻ സാധ്യതയുണ്ട്. ബിസിനസ് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന നിക്ഷേപങ്ങളിൽ ജാഗ്രത പുലർത്തുക. ജൂലൈ മുതൽ ഡിസംബർ വരെ നിങ്ങളുടെ ബിസിനസ്സിൽ ലാഭമുണ്ടാകും. നിങ്ങളെ പുതിയ ക്ലയന്റുകൾ തിരക്കി വരും. ബിസിനസ് വിപുലമാകാനുള്ള ഒരു സാധ്യതയും ഈയൊരു കാലയളവിൽ കാണുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അഹങ്കാരവും വാക്കുതർക്കവും ഒഴിവാക്കുക. സാമ്പത്തിക ഫലം. 2026 സാമ്പത്തികമായി സൂക്ഷ്മത ആവശ്യപ്പെടുന്ന ഒരു വർഷമാണ്. സ്ഥിര വരുമാനം ഉണ്ടാകും, പക്ഷേ ചിലവുകൾ കൂടും. കുടുംബ ചെലവുകൾ, ആരോഗ്യ ചെലവുകൾ, വിദ്യാഭ്യാസ ചെലവുകൾ എന്നിവ നിങ്ങളെ ഒരുപക്ഷെ ബുദ്ധിമുട്ടിച്ചേക്കാം. കടം എടുക്കേണ്ട സാഹചര്യം വന്നാൽ തീർച്ചയായും ചിന്തിച്ച് മാത്രം ചെയ്യുക. നിക്ഷേപങ്ങൾക്കായി ഭൂമിയും വീടുമൊക്കെ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ അനുകൂലമാണ്. ദീർഘകാല നിക്ഷേപത്തിന് സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കുടുംബബന്ധം. 2026 കുടുംബത്തിന് വേണ്ടി കൂടുതൽ സമയം മാറ്റിവെക്കേണ്ട ഒരു വർഷമാണ്. മാതാപിതാക്കളുടെ ആരോഗ്യവും മാനസികാവസ്ഥയും നിങ്ങൾ ശ്രദ്ധിക്കണം. ദാമ്പത്യ ജീവിതത്തിൽ സംസാരക്കുറവ് മൂലം തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. തുറന്ന സംഭാഷണം അനിവാര്യമാണ്. പരസ്പര ബഹുമാനത്തോടെ നിങ്ങൾ സഹിച്ച് മുന്നോട്ടു പോവുക. ബന്ധങ്ങളെ കൂടുതൽ ശക്തമാക്കാൻ ഇത് സഹായിക്കും. വിവാഹം ചെയ്യാത്തവരാണെങ്കിൽ അവർക്കുള്ള വിവാഹാലോചനകൾക്ക് നല്ല സമയം ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ളതാണ്. ആരോഗ്യഫലം. പൂയം നക്ഷത്രക്കാർ 2026 ആരോഗ്യത്തെ അലക്ഷ്യമായി കാണരുത്. ശ്രദ്ധിക്കേണ്ട മേഖലകൾ: ഉറക്കക്കുറവോ മാനസിക സമ്മർദ്ദമോ ഉണ്ടെങ്കിൽ, വയറും ദഹനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ, നെഞ്ച്, ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ ദിവസേന ചെറുതായി നടക്കാൻ ശ്രമിക്കുക. പ്രാണായാമം ചെയ്യാൻ ശ്രദ്ധിക്കുക. യോഗ വളരെയേറെ ഗുണം ചെയ്യും. വിദ്യാഭ്യാസം, പഠനം. വിദ്യാർത്ഥികൾക്ക് 2026 അടിസ്ഥാനങ്ങൾ ശക്തമാക്കേണ്ട ഒരു വർഷമാണ്. നിങ്ങളുടെ ശ്രദ്ധ തെറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ട്. മൊബൈലിലും സോഷ്യൽ മീഡിയയിലും ഒരു നിയന്ത്രണം വയ്ക്കുക. മത്സര പരീക്ഷകൾക്ക് സ്ഥിരമായ ഒരു പഠനം അനിവാര്യമാണ്. അധ്വാനം ചെയ്താൽ വർഷത്തിന്റെ അവസാനം മികച്ച വിജയം ഉറപ്പാണ്. യാത്ര. ജോലി സംബന്ധമായ യാത്രകൾ വർദ്ധിക്കും. ഏപ്രിൽ മാസത്തിന് ശേഷം ദൂരയാത്രകൾക്ക് സാധ്യത കാണുന്നു. നിങ്ങൾ തീർത്ഥാടന യാത്ര നടത്തുന്നത് മനസ്സിന് വലിയ ശാന്തി നൽകും. യാത്രയ്ക്കിടെ നിങ്ങളുടെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം.
2026 മാസം പ്രതിയുള്ള ഒരു ക്വിക്ക് സമ്മറിയാണിത്. ജനുവരി മാനസികമായ അനവധി ചിന്തകളുണ്ടാകും. ഫെബ്രുവരിയിൽ നിങ്ങളുടെ ചിലവ് വർദ്ധിക്കാൻ ചാൻസ് ഉണ്ട്. മാർച്ചിൽ ജോലിയിൽ സമ്മർദ്ദം നേരിടും. പക്ഷേ ഏപ്രിലിൽ ചെറിയ ആശ്വാസം ലഭിക്കും. മെയ്യിൽ തീരുമാനങ്ങൾ എടുക്കേണ്ട മാസമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനമായ തീരുമാനങ്ങൾ ഈ മാസത്തിൽ നിങ്ങൾ എടുക്കുക. ജൂണിൽ നിങ്ങളുടെ ജീവിതത്തിൽ നേരിയ മാറ്റങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങും. ജൂലൈയിൽ നേട്ടങ്ങളുടെ തുടക്കമാണ്. ഓഗസ്റ്റിൽ നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി കൈവരിക്കും. സെപ്റ്റംബറിൽ കുടുംബത്തിൽ സന്തോഷം നിങ്ങളെ തേടിയെത്തും. ഒക്ടോബറിൽ നിങ്ങൾ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നവംബർ മുതൽ നിങ്ങളുടെ വിജയത്തിൻ്റെ മാസമാണ്. ഡിസംബറിൽ ആ വിജയത്തിന് ഒരു സ്ഥിരതയും സമാധാനവും കൈവരിക്കും. ഇനി കുറച്ച് ടിപ്സ് ആൻഡ് റെമഡീസ് നോക്കാം. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രം ദർശിക്കുക. ഓം നമഃശിവായ ദിവസേന 108 പ്രാവശ്യം ജപിക്കുക. പാൽ, അരി, വെള്ള വസ്ത്രങ്ങൾ എന്നിവ ദാനം ചെയ്യുക. വീട്ടിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലനിർത്താൻ ശ്രദ്ധിക്കുക. മാതാപിതാക്കളുടെ അനുഗ്രഹം തേടുക. പൂയം നക്ഷത്രക്കാരെ, 2026 നിങ്ങളെ ശക്തരാക്കുന്നൊരു വർഷമാണ്. കഷ്ടപ്പാടുകൾ ഉണ്ടാകാം, പക്ഷേ അതിലൂടെയാണ് വിജയത്തിൻ്റെ വഴി തുറക്കപ്പെടുന്നത്. ദൈവത്തിൽ വിശ്വാസം വെച്ച് ധൈര്യത്തോടെ മുന്നോട്ടു പോയാൽ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവായി മാറും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.